നമസ്കാരമുണ്ട്. ഇന്നത്തെ വിഷയം പഴയകാല നടികളും പുതിയ കാല വെടികളും. അതായത് പണ്ടത്തെ കാലത്ത് സിനിമ കണ്ടാൽ നമുക്ക് മുതലാവും, കുറഞ്ഞ പൈസ ഉള്ളൂ. പക്ഷെ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു പണി തന്നെ. അതായത് സിൽക്കിൻ്റെ 2 ഡാൻസ്, മാഫിയ ശശിൻ്റെ 4 ഇടി, ബാലങ്കനാരുടെ അല്ലെങ്കിൽ KP ഉമ്മറിൻ്റെ, TG രവി അല്ലെങ്കിൽ ഗോവിന്ദൻകുട്ടീൻ്റെ ഒരു ബലാത്സംഗം, പിന്നെ ഒരു കിടപ്പറ രംഗം, ചുംബനം, ചൂട് ചുംബനം. ഇതൊക്കെ സെക്കൻഡ് ഷോ കണ്ട് വീട്ടിലെത്തിയാലല്ല ഒരുത്തനും വെറുതെ കിടന്നുറങ്ങൂല, ഒരെണ്ണം കൊടുത്തിട്ടേ ഉറങ്ങുള്ളൂ. പ്രേക്ഷകരോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണിക്കലല്ല, കുറച്ച് കള്ളപ്പണം ഇറക്കിയ സിനിമ ബൊമ്മാർ സൂഹിക്കുക, ബൊമ്മാർ സദ്യയും ഇതൊക്കെ ഊരിലും ഒക്കെ അവർ പ്രൈവറ്റ് റൂമിൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെയ്യും. നമ്മളൊന്നും കാണിച്ചു തരില്ല. മറ്റത് വിജയശ്രീൻ്റെയൊക്കെ തൊട, സിൽക്കിൻ്റെ തൊട, ബലാത്സംഗമൊക്കെ കാണണം, റിയലായിട്ട് നമ്മളെ കാണിച്ചു തരും. ഒരു കള്ളവടി വെക്കണത്, ഭർത്താവ് കാണുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ TG രവിയും ശ്രീലതയെന്ന് തോന്നുന്നു. അവരുടെ കിടത്തം കണ്ടല്ലേ, സാധനം അതിൻ്റെ ഉള്ളിൽ കയറ്റാണ്ട് ഒരിക്കലും അങ്ങനെ കിടക്കാൻ പറ്റില്ല. അതിനും വേണ്ടി നമ്മളെ കാണിച്ചു തരും. നമ്മളെ കാശ് വാങ്ങുമ്പോൾ നമ്മളോടൊരു ഇതുണ്ട്, കടമ അവർ നിർവഹിക്കുന്നുണ്ട്. പൈസ മുതൽ സെക്കൻഡ് ഷോ കണ്ട ഒരുത്തരം വീട്ടിൽ പോയാൽ ഫ്രീ കിടക്കൂല. അല്ലാത്തതുണ്ട്. അന്ന് സിനിമ കാണാൻ ചില ഓഡിയൻസിലുണ്ട് ചില പ്രത്യേക ആൾക്കാരൊക്കെ. ഇപ്പം പെണ്ണ് ചെല്ലുമ്പോൾ KP ഉമ്മർ ബലാത്സംഗം ചെയ്തെന്ന് കുട്ടിക്ക് നായികനാണ്. എന്തിനാ പട്ടിയ അങ്ങോട്ട് പോയത്? ഈ ഗോവിന്ദൻകുട്ടി ഇവനൊക്കെ കയറി പിടിക്കുമെന്നൊക്കെ അറിയില്ലേ, എന്തിനാ അവൾ നായിൻ്റെ മോൾ അങ്ങോട്ട് പോയത് എന്നൊക്കെ പറയും. പുറത്ത് അഭിനയിക്കുന്നു. അതെ, ഡയറക്ടർ എഴുതിയ സിനിമ അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ സിനിമ എന്തെങ്കിലും ഒരു സിനിമ കണ്ട് തട്ടിക്കൂട്ടും. കുറേ കള്ളപ്പണം, ഒരു അലവലാതി കോമഡിയും കുറേ ലൈറ്റും സൗണ്ടിൻ്റെ എഫക്റ്റും ഒക്കെ വെച്ചിട്ട് വെറുതെ മനുഷ്യന്മാരെ പൊട്ടനാക്കിയിട്ട് പൈസ 100-150 അടിച്ചാൽ മാറ്റും. എന്നിട്ട് എന്താ ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? ഒരു നല്ലൊരു തൊട കാണിച്ചു തരുന്നില്ല, ഒരു സ്റ്റഡിയും ബ്രേസറും കാണിച്ചു തരുന്നില്ല. എന്താണ് അതൊക്കെ? അച്ചടക്കം, സദാചാരം. പക്ഷെ വേറൊരു സംഭവമുണ്ട്. ഒരു സിനിമാ മോഹമായിട്ട് ചെല്ലണ പെണ്ണുങ്ങളെ ഇവന്മാർ പീഡിപ്പിക്കുന്നുണ്ട്, മുതലെടുക്കുന്നുണ്ട്, വെടിപ്പടി പഠിപ്പിച്ച് വിടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ വേറൊരു ഉപകാരം ചെയ്യും. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും. ഞാൻ തിരിച്ച് ചാകാനായി. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് പക്ഷിമൃഗാദികളെ ഉപയോഗിച്ചിട്ടില്ലെന്ന്. അത് അനിമൽ ഹസ്ബൻഡറി ബോർഡ് അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു ഓർഡറാണല്ലോ. മൃഗങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല, അഭിനയിപ്പിച്ചിട്ടില്ല. ഇവന്മാർക്ക് ധൈര്യമുണ്ട് സിനിമാ മോഹമായിട്ട് വന്ന ഒറ്റ പെൺകുട്ടികളുടെ ഷഡ്ഡി വലിച്ച് കീറിയിട്ടില്ലെന്ന്. ഒരു കുറേ മറ്റുള്ളത്തെ പ്രൊഡ്യൂസർമാർ പക്ഷിമൃഗാദികളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. സാറ പെൺകുട്ടികളെ ഷഡ്ഡി വലിച്ച് കീറുന്നുണ്ട് ഈ സിനിമാ മോഹമായിട്ട് വരണ പാവപ്പെട്ട പെൺകുട്ടികളെ ചോദിച്ച്. ഇതൊക്കെ ആരോ ബാധിപ്പിക്കാനാണ്. അത് ഭയങ്കര ഒരു സൽപ്രവൃത്തിയാണ്. എൻ്റെ സിനിമയിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് ചിരി അല്ലാണ്ട് വരാൻ. ഒന്നാമത്തെ ഇതൊരു മാറ്റമെടുത്ത ഏർപ്പാടാണ്. കയ്യിലെ പൈസ ആദ്യം മേടിക്കാം, എന്നിട്ട് ഇവരെന്ത് കാട്ടിയാലും കണ്ട് പോരാ. അത് നല്ല മാറ്റമെടുത്ത കച്ചവടമല്ല. എനിക്കതിനൊക്കെ ഇതൊക്കെ ഒരു മാറ്റം വരണമെന്ന്. ഇപ്പോൾ VVR ഗ്രൂപ്പ് അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ 1/2 മണിക്കൂർ ഇരുന്നിട്ട് ചെക്കൗട്ട് ആയാൽ ബാക്കി പൈസ കൊണ്ട് തരും എന്നൊക്കെ പറഞ്ഞു. അത് ഡൽഹിയിൽ എവിടെയൊക്കെ പ്രാക്ടിക്കലാക്കിയിട്ടുണ്ട്, ദൈവത്തിനെ അറിയാം. പക്ഷെ അതല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോഴത്തെ നടികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നല്ലോണം കിടന്നു കൊടുത്തു ഒക്കെ ചെയ്തിട്ട് സിനിമയിൽ വരുമ്പോൾ ശീലാവതികൾ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ മറ്റത് പെണ്ണുങ്ങൾ അവിടെ പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നുണ്ട്, ഡയറക്ടർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾക്കും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു ഈക്വലൈസേഷനാണ്. സമൂഹത്തിനോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം എന്തോ വിലക്കെ അവർ സുഖിക്കണം, എന്നിട്ട് മറ്റേ കോടി ക്ലബ്ബിൽ കയറി, മറിച്ച കോടി ക്ലബ്ബിൽ കയറി. ഇപ്പം ഈടി പിടിക്കുന്നുണ്ടപ്പോൾ ഇപ്പം ക്ലബ്ബിലാരും കയറില്ല. അപ്പോൾ നമസ്കാരം.